ജിദ്ദയിലേക്കാണ്. അവിടെ ജലീൽ കണ്ണമംഗലമുണ്ട്. ജലീൽ, ഗുഡ് മോർണിംഗ്. സൗദി ഒരു വികസന കുതിപ്പിലായിരുന്നു. ഒരുപാട് പ്രോജക്റ്റുകൾ, AI ഉൾപ്പെടെ നിരവധി പ്രോജക്റ്റുകൾ അവിടെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഇത്തരത്തിലുള്ള ആക്രമണം വരുന്നത്. പല പ്രോജക്റ്റുകളിലുമുള്ള ആൾക്കാരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ വിടുകയും ഇനി പറയുമ്പോൾ തിരികെ എത്തിയാൽ മതിയെന്ന് ചെയ്ത ചില കമ്പനികളുണ്ടെന്ന് സൂചനകളുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ രാത്രിയിലും അവിടെ ആക്രമണം ഉണ്ടായല്ലോ, അത് തകർക്കുകയും ചെയ്തെന്ന്, ആക്രമണ ശ്രമങ്ങൾ തകർത്തെന്ന് സൗദി അറിയിച്ചിട്ടുണ്ട്. കൃഷ്ണ, ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് കഴിഞ്ഞ രാത്രി സൗദിയുടെ വിവിധ ഭാഗങ്ങളിലായി 15ഓളം മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ സൗദി പ്രതിരോധ സേന വളരെ വിജയകരമായി നേരിട്ടിരിക്കുകയാണ്. അൽഖർജ് ലക്ഷ്യമാക്കി വന്ന 6 ബാലിസ്റ്റിക് മിസൈലുകളും റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലായി എത്തിയ 9ഓളം ഡ്രോണുകളുമാണ് തകർത്തത്. എന്നാൽ ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അൽഖർജ് ഭാഗത്ത് ഇന്നലെ രാത്രിയും 2 തവണ മൊബൈൽ ഫോണുകളിൽ സിവിൽ ഡിഫൻസിന്റെ മുന്നറിയിപ്പ് സന്ദേശം ലഭിച്ചിരുന്നു. ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയും ഈ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരം വാർണിംഗ് മെസ്സേജ് ലഭിക്കുന്നത്. ഈ സൗദിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3-4 ദിവസത്തെ സ്ഥിതി നോക്കിയാൽ ആക്രമണങ്ങളുടെ തീവ്രത അല്പം കുറഞ്ഞിരിക്കുകയാണ്. 80ഓളം ആക്രമണങ്ങൾ നേരിട്ട ദിവസങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ ഈ 3-4 ദിവസം മുമ്പൊക്കെ. സൗദിയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് പുറമെ എണ്ണ പ്ലാന്റുകളും ജനവാസ കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യമാക്കി നടക്കുന്ന ആക്രമണങ്ങളെ സൗദിയും മറ്റു പല രാജ്യങ്ങളും വളരെ ശക്തമായ ഭാഷയിലാണ് അപലപിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് ജിദ്ദയിൽ നടക്കേണ്ട ഫോർമുല 1 കാർ റേസ് മത്സരം റദ്ദാക്കി എന്നതാണ്. തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ജിദ്ദ കോർണീഷിൽ ഏപ്രിൽ 17 മുതൽ 19 വരെയായിരുന്നു ഈ മത്സരം നടക്കേണ്ടിയിരുന്നത്. നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ച് സംഘാടകർ തന്നെയാണ് ഈ തീരുമാനം എടുത്തത് എന്ന് സൗദി കായിക മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യം ഇത്രയും വലിയൊരു കായിക മാമാങ്കത്തിന് പൂർണ്ണമായും സജ്ജമാണ്. എന്നാൽ കഴിഞ്ഞ 5 തവണയും ഇത് തെളിയിച്ചതാണ് എന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ താരങ്ങളുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ മത്സരം ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ സൗദി പ്രോ ലീഗിലെ ഈ ഫുട്ബോൾ മത്സരങ്ങൾ സാധാരണ പോലെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നടന്നിരുന്നു. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഇത്രയും വലിയൊരു യുദ്ധഭീതി നിലനിൽക്കുമ്പോഴും സൗദിയിലെ ജനജീവിതം ഒട്ടും തടസ്സപ്പെട്ടിട്ടില്ല എന്നതാണ്. സ്കൂളുകളും ഓഫീസുകളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം സാധാരണ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സൗദി അറേബ്യയുടെ വിഷൻ 2030 ഭാഗമായുള്ള വലിയ പദ്ധതികൾക്കൊന്നും ഈ സംഘർഷം തടസ്സമായില്ല. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും സാധാരണ പോലെ മുമ്പത്തെ പോലെ തന്നെ മുന്നോട്ട് പോകും എന്ന ഉറച്ച വിശ്വാസം ഭരണകൂടത്തിനുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അമേരിക്ക സൗദിയുടെ പ്രധാന പ്രതിരോധ പങ്കാളിയാണെങ്കിലും ഇറാനുമായി വീണ്ടും ശത്രുതയിലേക്ക് പോകാൻ സൗദി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആണ് ഇറാനെ ആക്രമിക്കാൻ സൗദിയുടെ മണ്ണും ആകാശവും ഒന്നും വിട്ടു നൽകില്ല എന്ന് സൗദി നേരത്തെ വ്യക്തമാക്കിയത്. അത് രാജ്യം പാലിക്കുകയും ചെയ്തു. ഇതൊന്നും കണക്കിലെടുക്കാതെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് സൗദിക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല, ജനവാസ മേഖലകളിലും സൗദിയുടെ എണ്ണ സംഭരണികളിലുമൊക്കെ ഇറാൻ ലക്ഷ്യം വെക്കുന്നു. ഇത് ഇറാനുമായുള്ള ബന്ധം വീണ്ടും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുമോ എന്ന ഒരു ആശങ്കയുണ്ട്. സൗദിയിലെ ഇറാൻ അംബാസഡറെ വിളിച്ചു വരുത്തി സൗദി പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നു. കുറച്ചു കാലം മുമ്പ് ഇറാനുമായി ഉണ്ടാക്കിയ നയതന്ത്ര ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇപ്പോൾ സൗദി ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഗോകുൽ, കൃഷ്ണ. ശരി, ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്നുള്ള വിവരങ്ങൾ സൗദി അറേബ്യയിലെ സാഹചര്യം വിശദമാക്കിയത്. ഏതായാലും ഈ സൈറനുകളുടെ ഒരു ആശങ്കയില്ലാതെ, അപായ സൈറനുകളുടെ ഒരു മുഴക്കമില്ലാത്തൊരു പുലരി ഉണ്ടാവട്ടെ എന്നത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. എത്രയും വേഗത്തിൽ അതിനുള്ള ചർച്ചകൾ ഉണ്ടാവട്ടെ. ഇപ്പോഴുള്ള പ്രതികരണങ്ങളൊന്നും അതിനനുഗുണമല്ല, ഇറാൻ്റെ ആയാലും അമേരിക്കയുടേതായാലും. പക്ഷേ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഇടപെടൽ, അവരുടെ ശ്രമങ്ങൾ ഫലം കാണട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ലോകമെമ്പാടുമുള്ള നിരവധി പേരെയാണ് യുദ്ധം പ്രത്യക്ഷമായും പരോക്ഷമായും അപകടത്തിലാക്കിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ അടുക്കളകളിൽ വരെ യുദ്ധം അതിന്റെ അലയൊലികൾ എത്തിയ ആ ഒരു ഭീതിയിലാണ് നമ്മൾ. അത് എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.